ഓം അമൃതേശ്വരിയൈ നമഃ. അമൃതം അമൃതത്വം ആണ്, അനശ്വരതയാണ്, ശാശ്വതമാണ്, നിത്യമാണ്. ആ അനശ്വരതയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ചൊല്ലിയ നാമത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ അർത്ഥം. റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ, സംവിധായകൻ ശ്രീ കമൽ, ബിഷപ്പ് മൂർ കോളേജിലെ ആദരണീയരായ പൂർവ്വ അധ്യാപകർ, അലംനൈ അസോസിയേഷൻ സംഘാടകർ, എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ബിഷപ്പ് മൂർ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി നമ്മളെ വിട്ടുപിരിഞ്ഞ ആദരണീയനായ ശ്രീ KC മാത്യു അച്ഛൻ, മറ്റ് സ്നേഹസമ്പന്നരായ അധ്യാപകർ, പിന്നെ മറ്റ് പലരും, ഈ അന്തരീക്ഷത്തിനോട് ഇഴുകിച്ചേർന്ന പലരും, അവരെ എല്ലാവരെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്മരിക്കട്ടെ. അവരുടെ അസാന്നിധ്യം, ശാരീരികമായ അസാന്നിധ്യം 70കളിലും 80കളിലും ഇവിടെ പഠിച്ച, ഇവിടെ എത്തിയിട്ടുള്ള പലർക്കും, എനിക്കുൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ടാകും. എന്നാൽ അവരുടെ സൂക്ഷ്മമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നുണ്ടാകും. അവരെല്ലാം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 1976 മുതൽ 79 വരെ ഈ കലാലയം എൻ്റെയും സഹപാഠികളുടെയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച മറ്റ് വിദ്യാർത്ഥികളുടെയും സ്വർഗമായിരുന്നു. 45 വർഷങ്ങൾ കഴിയുന്നു ഈ കലാലയത്തിനോട് യാത്ര പറഞ്ഞിട്ട്. എന്നാൽ ഇന്നും ബിഷപ്പ് മൂർ കോളേജും ഞങ്ങൾ പഠിച്ച കാലഘട്ടവും അതിൻ്റെ ഓർമ്മകൾ ഒരു ദിവസം, ഒരു നേരമെങ്കിലും ഹൃദയപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ മണ്ണും ഈ അന്തരീക്ഷവും ഇവിടുത്തെ കാറ്റിൻ്റെ ഗന്ധവും ഒക്കെ എൻ്റെ മനസ്സിൽ ആഴ്ന്ന് പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും വീട് പലതാണ്. ജനിച്ച വീട്, വളർന്ന വീട്, അച്ഛൻ്റെ വീട്, അമ്മയുടെ വീട്, പിന്നെ കേരളത്തിന് വെളിയിൽ പോയവർക്ക് അവിടെ വീട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർക്ക് അവിടെ വീടുകൾ, പിന്നെ ഇന്നത്തെ കാലത്ത് പ്രായമാകുമ്പോൾ മറ്റൊരു വീടുണ്ട്, ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വീടുകൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ വീടുകൾ പലതുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ തറവാട് ഈ ബിഷപ്പ് മൂർ കോളേജ് ആയിരുന്നു. ശനി ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ അവധി കാലങ്ങളിലും ഈ കലാലയത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ജീവിതം. എന്ന് വെച്ചാൽ അന്ന് പോലും വീട്ടിൽ പോയിരുന്നില്ല എന്നർത്ഥം. ഒരു വല്ലാത്ത ഹൃദയബന്ധമായിരുന്നു. ബന്ധങ്ങൾ ഉറയ്ക്കുന്നത് സ്നേഹമുള്ള ഹൃദയങ്ങൾ ചുറ്റിനും ഉള്ളപ്പോഴാണ്. അതായിരുന്നു ഇവിടം. വാസ്തവത്തിൽ 1976 മുതൽ 1979 വരെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഞാനും താമസിച്ചിരുന്ന സ്വന്തം വീട്, അവിടെ ഞാൻ അതിഥിയായിട്ട് പോകാറുണ്ടായിരുന്നു. പലപ്പോഴും അവിടെ പോകുമ്പോൾ അന്ന് അച്ഛൻ പൂമുഖത്തിരുന്ന് ഉറക്കെ പറയും, ഇതാ ഇവിടെ കണ്ട് നല്ല പരിചയമുള്ള ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമായിരുന്നു. പാട്ടും നാടകവും ഗാനമേളയും NSSും NCCയും സഹോദരതുല്യം സഹിച്ചിരുന്ന കുറേ അധ്യാപകരും വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും
യഥാർത്ഥത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും ഞങ്ങളും വിദ്യാർത്ഥികളും തമ്മിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിലും വലിയതായിരുന്നു, അതിനും ഉപരിയായിരുന്നു. അതുക്കും മേലെ എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ എവിടെയോ എന്ന് പറയുന്നത് പോലെ സഹോദരന്മാരായിരുന്നു. ഞങ്ങളെ ഇളയ സഹോദരന്മാരെ പോലെ ആയിരുന്നു അവരെല്ലാവരും കരുതിയിരുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ചിലരുണ്ട്. ശ്രീ രാജൻ വർഗീസ്, ശ്രീ മാത്യു ഗേബ്രിയൽ, ശ്രീ രാജ്കുമാർ തോംസൺ, ഇവരെല്ലാവരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീ VC ജോൺ. 2015 ഒരു ദിവസം എനിക്കിവിടെ വരണമെന്ന് വല്ലാതെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ വളരെ രഹസ്യമായി ഇവിടെ വന്നു. ഒരു ഞായറാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അന്ന് പ്രിൻസിപ്പാളായിരുന്ന അദ്ദേഹം എങ്ങനെയോ ഇതറിഞ്ഞ് എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അയ്യോ ഇതൊരു സ്കൂള് പോലെയുള്ളല്ലോ, വളരെ ചെറുതാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആരോ ചങ്കിനിട്ടൊരു കുത്തുകുത്തിയ പോലെ തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞു, മോനെ, നീ കോളേജിൽ പോകാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിനുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കൊച്ചു സ്ഥാപനത്തിനെ ചങ്കിലേറ്റി നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ ഹൃദയത്തിൽ കുടി കയറി പാർക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചുവെങ്കിൽ ഇതിൻ്റെ ശക്തിയും ആകർഷണവും നിനക്കറിയാൻ സാധിക്കില്ല. നീ ഇതിനെ കൊച്ചെന്നേ പറയൂ. ഈ അടുത്ത കാലത്തൊരു പഴയ സുഹൃത്തിനെ കാണാനിടയായി. എങ്ങനെയുണ്ട് ജീവിതം എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, റിട്ടയറായി, സന്തോഷം, സമാധാനം, ഇഷ്ടംപോലെ സമയം. ഞാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ. കാരണം ഇന്ന് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണല്ലോ അങ്ങ് സംസാരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പക്ഷേ ഈ സന്തോഷം, സമാധാനം, തൃപ്തി എന്നൊക്കെ പറയുന്നത് വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളല്ല. നമ്മളൊക്കെ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമായിട്ടുള്ളൊരു ലൈറ്റ്നിങ് പോലെ ഇങ്ങനെ വന്നിട്ട് പോകുന്ന സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ സന്തോഷം എന്ന് പറയുക, ഇടവേളകളിൽ മാത്രം വന്നു പോകുന്ന. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വലുതായൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ ഒരു വലിയ വാക്കുതർക്കമുണ്ടായി. ഒരു വല്ലാത്ത ഡിസഗ്രിമെൻ്റ്, അഭിപ്രായ വ്യത്യാസം. അപ്പോൾ അന്ന് വഴക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തി. 50-50 ഇതായിരുന്നു എഗ്രിമെൻറ്റ്, 50-50. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഞാനെടുക്കും, അത് ഭർത്താവ് എടുക്കും. ചെറിയ തീരുമാനങ്ങളെല്ലാം നീ എടുത്തോളൂ. ഇതായിരുന്നു ഞങ്ങളുടെ തീരുമാനം, എഗ്രിമെൻറ്റ്. അതായത് അദ്ദേഹം തുടർന്നു, അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണം, അതുപോലെ ഇപ്പം വൈസ് പ്രസിഡൻ്റ് സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്, അത് ആരാകണം, പിന്നെ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അതെങ്ങനെ അവസാനിപ്പിക്കണം, അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ പേര് ശരിയായില്ല, അത് ഓപ്പറേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നാക്കണമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ തീരുമാനം. അത് ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. പക്ഷേ മക്കളെ ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് കോളേജിൽ ചേർക്കണം, എവിടെ പഠിപ്പിക്കണം, വിദേശത്ത് പഠിപ്പിക്കണോ, ഇവിടെ പഠിപ്പിക്കണോ, ഫ്ലാറ്റ് പുതിയത് വാങ്ങുമ്പോൾ ഏത് ഫ്ലാറ്റ് വാങ്ങണം, എവിടെ വാങ്ങണം, പഴയ ഫ്ലാറ്റ് വിൽക്കണോ വാടകയ്ക്ക് കൊടുക്കണോ, പുതിയ കാറ് വാങ്ങുകയാണെങ്കിൽ ഏത് കമ്പനിയുടേത് വാങ്ങണം, ഏത് കളറായിരിക്കണം, ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും, ഭാര്യ. അപ്പോൾ ഇതാണ് 50-50 എഗ്രിമെൻ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കഥ കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. ഒരുപക്ഷേ ഈ കഥ അദ്ദേഹം എവിടുന്നെങ്കിലും എടുത്തതായിരിക്കാം, യഥാർത്ഥത്തിൽ ജീവിതം സംഭവിക്കുന്നുണ്ടാവില്ല, അതൊരു കുറച്ച് രസകരമായി പറഞ്ഞതായിരിക്കാം.
പക്ഷേ അദ്ദേഹം എന്നോട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കാനും ഓമനിക്കാനും കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സിലൊരു സുഖവും കുളിർമയും അനുഭവിക്കാൻ ഞാൻ ചെയ്യുന്നത്, എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമായി ബിഷപ്പ് മൂർ കോളേജിലേക്ക് അയക്കും. ഒന്ന് സന്ദർശിച്ചു നീ അവിടെ പഠിച്ച കാലഘട്ടം. അതൊരു സുഖമാണ്. കുറച്ച് നേരമേ ഉള്ളൂവെങ്കിലും അതൊരു സുഖമാണ്. എനിക്കും എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾക്കും ഇത് ആനന്ദഭവനമായിരുന്നു. ആനന്ദം നൽകുന്നു. പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രശ്നങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. പ്രശ്നം എല്ലാവർക്കും എപ്പോഴും ഉണ്ട്. ഇപ്പോഴും അക്കൂട്ടത്തിൽ പഠിച്ച, ആ ബാച്ചിൽ പഠിച്ച, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അനവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉത്തമ സുഹൃത്തുക്കളായിരുന്നു അവരെല്ലാവരും. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആരുടെയെങ്കിലും വിട്ടുപോയാലോ എന്നൊരാശങ്കയുണ്ട് എനിക്ക്. അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് പേരുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിലൊന്ന് ജോൺ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു ജോണുണ്ട്. ഡാലസിലാണിപ്പോൾ. എല്ലാ വർഷവും ഞങ്ങൾ അമേരിക്കയിൽ പോകുമ്പോൾ വന്ന് കാണും. നാട്ടിൽ വന്നാൽ ആശ്രമത്തിൽ വന്ന് കാണും. എപ്പോഴും ബന്ധമുണ്ട്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതുപോലെ മധു, അന്ന് ക്രിക്കറ്റ് താരമായിരുന്നു. മറ്റൊരാൾ മുരളിയാണ്, അദ്ദേഹം ആശ്രമത്തിലെ നിത്യ സന്ദർശകനാണ്. അപ്പം ഈ ഒരു ഊഷ്മളത, ഈ ഒരു ബന്ധം, ഈ അന്തരീക്ഷം നമുക്ക് നൽകിയ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരനുഭവം അതിപ്പോഴും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. ഈ അഹന്ത എന്ന് പറയുന്ന സാധനം എന്നും മനുഷ്യൻ്റെ സന്തത സഹചാരിയാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, ഞാൻ ഈ ഒരു ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ അഹന്ത 3 തരത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, റിയലി ഈഗോയിസ്റ്റിക് പീപ്പിൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ അഹന്ത വളരെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിക്കോഷണറി സ്റ്റെപ്സൊക്കെ എടുക്കാം, വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാം, അവിടുന്ന് വന്നാൽ നമുക്ക് ഇങ്ങനെ പോകാം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, ഡിപ്ലോമാറ്റിക്കലി ഈഗോയിസ്റ്റിക് പീപ്പിൾ എന്നൊരു വിഭാഗമുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് ചിരണ്ടി നോക്കിയാൽ അഹന്ത വരും. പക്ഷെ മൂന്നാമത്തെ വിഭാഗക്കാർ ഏറ്റവും അപകടം പിടിച്ച ആളുകളാണ്. ഹംബ്ലി ഈഗോയിസ്റ്റിക് പീപ്പിൾ. വളരെ വിനയാന്വിതരായി അഹങ്കാരം ഉള്ളവർ. നമ്മളെ കണ്ട നമസ്കാരം അങ്ങനെ പറയും. പക്ഷേ അപകടം എപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ ഈ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുകയാണ്. അന്ന് അഹന്തയുണ്ട്. ഈഗോ ലെസ് എന്ന് പറഞ്ഞാൽ ലെസ് ഈഗോ എന്നേ ഞാൻ പറയുള്ളൂ. അത് പൂർണ്ണമായിട്ട് ഈഗോ ഇല്ലാത്ത അവസ്ഥയല്ല, ലെസ് ഈഗോ. അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കലാലയത്തിന് കഴിഞ്ഞു. ഇപ്പോഴും കാണണം എന്ന് വെച്ചാൽ കാണും, സംസാരിക്കണമെന്ന് വെച്ചാൽ സംസാരിക്കും. എളിമ, അവർ ഓരോ സ്ഥാനത്തിനനുസരിച്ചുള്ള ബഹുമാനവും ആദരവും കൊടുക്കും. ഒന്നിച്ച് പഠിച്ചവരാണ്, അതുകൊണ്ട് എന്തും പറയാം, എന്തും വിളിക്കാം. അങ്ങനെയൊന്നുമില്ല, അതിനൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു കാര്യം ഈ റെസ്പെക്റ്റാണ്, ആദരവാണ്. പുച്ഛം അതൊരു വലിയ ഹാൾമാർക്കാണ് ഇന്നത്തെ കുട്ടികളുടെ. പുച്ഛം, എല്ലാം പുച്ഛം. അപ്പോൾ അങ്ങനെ ഒരു തലമുറയെ, ഞങ്ങളെല്ലാം വലിയ മഹാന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ജീവിതത്തിൽ കുറച്ചൊക്കെ ഇതിനുള്ള കാര്യങ്ങളാകാം. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ എന്ന് ഒരു വാചകം ഉണ്ട് ഭഗവത്ഗീതയിൽ. അല്പം. ഇവിടെ 8.1 ബില്യൺ ആളുകൾ ഈ ലോകത്തിലുണ്ട്. 8.1 ബില്യൺ. ഈ 8.1 ബില്യൺ ആളുകളും
നന്നാവണം, നേരാവണം എന്നൊക്കെ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതിൽ ഒരു 2%, 3% എങ്കിലും അങ്ങനെയുള്ളവരെ നമുക്ക് ഈ കലാലയങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച് ലോകത്തിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചാൽ അത് വലിയൊരു ട്രാൻസ്ഫർമേഷൻ സമൂഹത്തിലുണ്ടാകും. നല്ലവർ ഒരുപാട് വേണ്ട, 1-2 മതി. എന്തായിരുന്നാലും ഈ കലാലയവും ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും നൽകിയ അനുഭവങ്ങൾ, ഓർമ്മകൾ, അത് വളരെ 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 എൻറിച്ചിങ് ആയിരുന്നു. ആ അനുഭവം കാലത്തിന് റിവേഴ്സ് ഗിയർ ഇല്ലല്ലോ, അപ്പോൾ പുറമോട്ട് പോകാൻ എന്തായാലും സാധിക്കില്ല. പക്ഷേ ഇപ്പോഴും അത് ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. അത് നൽകി അനുഗ്രഹിച്ച ഈ കലാലയത്തിനും ഇവിടുത്തെ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും എൻ്റെ ബാച്ച്മേറ്റ്സിനും അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തൊന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ശകാരിക്കുകയാണെങ്കിലും ചിരിച്ചുകൊണ്ടേ പറയുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ. ബിഷപ്പ് മൂർ കോളേജിൻ്റെ പ്രശസ്തിയും അതിൻ്റെ തിളക്കവും മേൽക്കുമേൽ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.